റോഡിൽ കെട്ടിയിരുന്ന കയറിൽ തട്ടി ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് വർക്കല ശിവഗിരി ചെറുകുന്നം ഗോകുലത്തിൽ 55-കാരനായ സുരേഷ് ഉത്തമൻ മരിച്ചത്. വർക്കല മുണ്ടയിൽ ക്ഷേത്രം റോഡിലായിരുന്നു അപകടം. റോഡിലെ ഓടയ്ക്ക് മുകളിലായി പുതുതായി കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ചിരുന്നു. ഇതിനു മുകളിലൂടെ വലിയ വാഹനങ്ങൾ കയറാതിരിക്കാൻ റിബണും കയറും കെട്ടിയിരുന്നു. ഇരുചക്രവാഹനങ്ങൾ കടന്നുപോകാൻ റോഡിന്റെ ഒരു ഭാഗത്ത് സൗകര്യവും ഒരുക്കിയിരുന്നു. വാഹനങ്ങൾ കടത്തിവിടുന്നതിനായി ഒരു ജീവനക്കാരനെയും കരാറുകാർ നിയോഗിച്ചിരുന്നു. കയർ ശ്രദ്ധയിൽപ്പെടാതെ ബൈക്ക് നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ് റോഡിൽ കിടന്ന സുരേഷ് ഉത്തമനെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. റോഡ് പണി നടക്കുവാണ്. അവർ കയറ് കെട്ടിയിരുന്നു. പുള്ളിക്കാരെ ശ്രദ്ധിച്ച് കാണൂല. വന്നു അവിടെ ആള് വീണു. ഒരു കുറച്ച് ദൂരെ ഇനി വരെ ഈ പോസ്റ്റിന് ഇടം വരെ വന്ന് ബൈക്ക് നിന്നു. നമ്മൾ വന്ന് അപ്പോഴേ കണ്ട് ആംബുലൻസ് വിളിച്ച് ആംബുലൻസ് കൊണ്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇന്നലെ രാവിലെ ഒരു 4-5 ദിവസം കയറ് കെട്ടിയിരുന്നു. ഈ വലിയ വണ്ടികളൊന്നും കയറി പോകാനായിരുന്നു കയറ് കെട്ടിയിരുന്നു. കയറ് കെട്ടിയിട്ട് 2 സൈഡ് റിബൺ കെട്ടിയിരുന്നു. ഇന്നലെ രാവിലെയും വന്ന് അവർ വേറെ പോയവർ വന്ന് കയറ് അഴിച്ചിട്ട് പോയി. അഴിച്ചിട്ട് പോയപ്പോൾ അവർ ഇന്നലെയും വന്ന് കയറും കെട്ടി 2 സൈഡ് റിബനും കെട്ടി വെള്ളം ഒഴിച്ചിട്ട് അവർ കാലത്ത് 2 ദിവസം ഹിന്ദിക്കാരനോട് ഇരുത്തിയിരുന്നു ജോലിക്ക്. ഇന്നലെ ജോലിക്കാണല്ലോ ഇരുത്തിയില്ല, നോക്കാൻ വേണ്ടി വണ്ടി കയറണമെന്ന് പറയാൻ വേണ്ടി ഇരുത്തിയില്ല. എന്നാലും വണ്ടിയുടെ ഈ സൈഡിൽ കൂടെ ബൈക്കുകളെല്ലാം പോകാനുള്ള സൗകര്യം കൊടുത്തിരുന്നു. പിന്നെ റിബൺ തട്ടി പൊട്ടിയതിന് ശേഷം വന്ന് കയറിൽ തട്ടിയാണ് പുള്ളി വന്ന് വീണത്. ഇവിടെ നിന്നും സുരേഷ് ഉത്തമനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് ഉത്തമൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ശിവസേനയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്നു. സ്വപ്നയാണ് ഭാര്യ. മക്കൾ സുരഭി, ഉമാ മഹേശ്വരി.